മിഴിയോ നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ ഇന്ന് സംസാരിക്കുന്ന ഡിപ്രഷനെ കുറിച്ചാണ്. വളരെയധികം കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ഡിപ്രഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ സാരഥിയിൽ ഡിപ്രഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. എന്നോടൊപ്പം ഉള്ളത് ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിനേശ് കർത്തയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഡിപ്രഷനെ കുറിച്ചാണ്. വളരെയധികം കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ഡിപ്രഷൻ. അപ്പൊ നമുക്ക് എന്താണ് ഡിപ്രഷൻ എന്ന് പറയാം, എത്ര ടൈപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം, അതിന്റെ ട്രീറ്റ്മെന്റിലോട്ടൊക്കെ നമുക്ക് പോകാം. അപ്പൊ തുടക്കത്തിൽ നമുക്ക് എന്താണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഡിപ്രഷൻ അഥവാ എല്ലാ തരത്തിലുള്ള ഡിപ്രഷനെ കുറിച്ച് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. നമ്മളിവിടെ ആരോഗ്യകരമായ സംബന്ധമായിട്ടുള്ള അതുമല്ലെങ്കിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പദമാണ് നമ്മളിവിടെ ഡിപ്രഷൻ എന്ന പദം കൊണ്ട് അല്ലേ, വിഷാദ രോഗം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാകുന്ന രോഗത്തിനെ കുറിച്ചാണ്. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായ ഒരു ഡിപ്രഷനും കൂടി മൊത്തത്തിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇപ്പോഴത്തെ ഈ ഒരു ഡിപ്രഷന് കാരണമാകുന്നുണ്ട് പലർക്കും. ഇത് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെയധികം ആളുകളിൽ, സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാം ഇത് കാണുന്നുണ്ട്. എന്നാൽ തന്നെ സ്ത്രീകളിൽ പൊതുവേ പുരുഷന്മാരെക്കാൾ അധികമായിട്ട് ഈ ഒരു പ്രശ്നം കാണുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പല സർവേകളും ഇപ്പോൾ മാനസികാരോഗ്യത്തിന് എല്ലാ ഗവൺമെൻറ്റുകളും വളരെ പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഒരു കാലമാണ്. കാരണം ഒരു കാലത്ത് ആരോഗ്യമെന്നാൽ കേവലം ശാരീരികമായ ആരോഗ്യം മാത്രമാണ് എന്ന ഒരു ധാരണയിലാണ് നമ്മളുടെ മെഡിക്കൽ സമൂഹം ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഇതിൽ മാനസിക തലം, ആരോഗ്യത്തിൻ്റെ മാനസിക തലത്തിനെയും കൂടി അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ കേവലം ശാരീരികമായ ഒരു സ്വാസ്ഥ്യം മാത്രമല്ല, മാനസികമായും സ്വാസ്ഥ്യമുണ്ടെങ്കിലാണ് ഒരാൾ പൂർണ്ണമായി ആരോഗ്യവാനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് നമ്മളുടെ ആയുർവേദവും പ്രകൃതി ചികിത്സയും അടക്കമുള്ള പരമ്പരാഗത ചികിത്സകളും ഇതിനെ പണ്ടേ അംഗീകരിച്ചിട്ടുണ്ട്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മാനസിക തലവും മറ്റും അംഗീകരിച്ചത് വളരെ വൈകിയാണെങ്കിൽ നമ്മളുടെ പരമ്പരാഗത ചികിത്സകൾ ഈ അഥവാ ഒരു മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് ആധിജ വ്യാധി എന്നൊരു പദം തന്നെയുണ്ട്. ആധികൾ, അതെ, നമ്മൾ ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പദസമുച്ചയത്തിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ സൈക്കോസൊമാറ്റിക് എയിൽമെന്റ്സ് എന്ന് പറയും. അതായത് ആധിവ്യാധിയായിട്ട് മാറുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്നു. കാരണം അത്രമാത്രം ആധികൾ, അതുമല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ഇന്ന് പലരും നയിക്കുന്നത്. ഇത് രാവിലെ ഓഫീസിൽ പോകുന്നത് തുടങ്ങി ഓഫീസിൽ ഇരിക്കുന്ന അവസ്ഥ, അതിനുശേഷം തിരിച്ച് വീട്ടിലെത്താനുള്ള ട്രാഫിക് അടക്കമുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പൂർണ്ണമായും എപ്പോഴും വളരെ സംഘർഷഭരിതമായ ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് മനുഷ്യൻ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മാനസിക നിയന്ത്രണമില്ലാത്ത ആളുകൾക്ക്, അതുമല്ലെങ്കിൽ വേണ്ട രീതിയിൽ നമ്മൾ പറയുമല്ലോ മനസ്സിന് കട്ടി ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. പലരും ഈയാമ്പാറ്റകളെ പോലെ ഇത് കൊഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച ഇപ്പോൾ വളരെ സർവ്വസാധാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിപ്രഷൻ അഥവാ ഈ ഒരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് ലക്ഷ്മി എന്നോട് ചോദിച്ചപ്പോൾ എന്ത് വേണം ടോപ്പിക് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ കാരണം മറ്റൊരു കാര്യം കൂടിയുണ്ട്. പൊതുവെ ഈ ഒരു ക്ലൈമറ്റ്, നമ്മൾ ഇതിന് ഒരു സീസണൽ ആയിട്ടുള്ളൊരു വേരിയേഷൻ പൊതുവെ മാനസികാരോഗ്യത്തിന് കാണാറുണ്ട്. അപ്പോൾ പൊതുവെ ഈ രീതിയിൽ മൂടിക്കെട്ടിയ കാർമേഘം മൂടിക്കെട്ടിയ അന്തരീക്ഷം പലരുടെയും മനസ്സിലും കാർമേഘം ഉരുണ്ടുകൂട്ടാനായിട്ടുള്ള കാരണമാകുന്നുണ്ട്. പറയുന്നത് സൺലൈറ്റിന്റെ അഭാവം, വേണ്ട രീതിയിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നത് ചിലരിലെങ്കിലും ഡിപ്രഷന്റെ, അതുമല്ലെങ്കിൽ ഈ മാനസികാരോഗ്യപരമായിട്ടുള്ള വിഷാദ രോഗത്തിന്റെ ചില ലക്ഷണങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളുടെ ക്ലിനിക്കിലാണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം, പൊതുവേ ഒരു മൂഡ് ഔട്ട്, അതുമല്ലെങ്കിൽ ഒന്നിനും ഉത്സാഹമില്ലായ്മ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടുള്ള രോഗികളുടെ എണ്ണത്തിലും പൊതുവേ ഈ ഒരു സമയമാകുമ്പോൾ വർധനവ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ കുറച്ച് പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് ചേഞ്ച് ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ എണ്ണവും കൂടുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മളിങ്ങനെ ഒരു ഷോ വയ്ക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ തുറന്നു പറയാൻ പലരും ഒരു മടി കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ കാണുന്നുണ്ടോ? മറ്റു രോഗങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും തുറന്നു പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൾക്കാർക്കൊരു ഇത് നമ്മളുടെ ഈ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്
നമ്മൾക്ക് ഈ മാനസികാരോഗ്യം എന്നുള്ളത് പലരും ഇതിനെ ഭ്രാന്തുമായും അതുമല്ലെങ്കിൽ നമ്മൾ പറയുന്ന മാനസികാരോഗ്യം എന്നുള്ള പദം പോലും ചർച്ച ചെയ്യുന്നത് ഇന്നും. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ കേരളീയ സമൂഹം, ഇന്ത്യൻ സമൂഹം പൊതുവെ ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു മറ അധികമായി പിടിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഇന്ന് സാർവലൗകികമായി അതുമല്ലെങ്കിൽ എല്ലായിടങ്ങളിലും തന്നെ ഇന്ന് മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം എടുത്ത് പറയുന്നുണ്ട്. അതായത് എനിക്ക് പനി വരുന്നു എന്നതുപോലെ തന്നെ എനിക്ക് സ്ട്രെസ് ഉണ്ട് എന്ന് പറയാനുള്ള അവകാശം ഇന്ന് തൊഴിലാളികൾക്കടക്കം എല്ലാവർക്കും ഇന്ന് ഉണ്ട്. പക്ഷേ ഇന്നും മലയാളി അതുമല്ലെങ്കിൽ നമ്മൾ ഇന്ന് പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ച പല കാര്യങ്ങളിലും നമ്മൾ ഒരു മറ പിടിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത എന്തോ ഒരു ചിന്താധാരകൾ, അതായത് എനിക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോഴേക്ക് അത് നമ്മൾ സമൂഹത്തിനെയാണ് ഭയക്കുന്നത്. കാരണം ഈ സിംറ്റംസ് തുറന്ന് പറയുന്നത് അതുമല്ലെങ്കിൽ ഇതൊരു അതെ. അപ്പോൾ ഇത് മാറ്റി നിർത്തുമോ അല്ലെങ്കിൽ ഒരു സോഷ്യലായിട്ട് സാമൂഹികമായിട്ട് ഞാൻ ഒറ്റപ്പെടുമോ എന്നെല്ലാമുള്ള ഭയമാണ് പക്ഷേ ഈ ഒരു ഭയം തന്നെയാണ് ഇന്ന് വിഷാദ രോഗത്തിനെ ഇത്രമാത്രം അധികരിപ്പിക്കാനും ഇതുമൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് സാമൂഹികമായിട്ട് ഇതുണ്ടാക്കുന്ന വിപത്ത് പലരും മനസ്സിലാക്കുന്നില്ല. കാരണം ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് വേണ്ട രീതിയിൽ അവബോധമുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളുടെ നാട്ടിൽ ഇന്ന് കേരളം ഇന്ന് ആത്മഹത്യാ നിരക്കുകളുടെ കാര്യത്തിൽ വളരെയധികം ഉയർന്നാണ് നിൽക്കുന്നത്. ഈ ആത്മഹത്യാ നിരക്കുകളിൽ പലപ്പോഴും ഒന്ന് തൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തടയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പലപ്പോഴും ഇതിനു മുന്നേ നമ്മൾ ജീവിത സംഘർഷത്തിനെ കുറിച്ചെല്ലാം NTVയിലൂടെ തന്നെ ചർച്ച ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു പോകാൻ, ഔട്ടിങ്ങിന് പോകാൻ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും സാമൂഹികമായ ആഘോഷങ്ങൾ നടത്താൻ. കാരണം ഏറ്റവും അധികം കൂട്ടായ്മകളുള്ള ഒരു സമൂഹമാണ് മലയാളി. ഇങ്ങനെ ധാരാളം സാമൂഹികമായ കൂട്ടായ്മകൾ ഉണ്ടെങ്കിലും എല്ലാം എന്താണ് സംഭവിക്കുന്നത്? തൻ്റെ ഒരു പ്രശ്നം തുറന്നു പറയാൻ മാത്രം ഇഴയെടുപ്പമുള്ള സുഹൃത്ത് ബന്ധങ്ങൾ എത്ര പേർക്കുണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇത് വിഷാദ രോഗത്തിന്റെ ചികിത്സയിൽ യഥാർത്ഥത്തിൽ ഞാൻ കരുതുന്നത് മരുന്നുകളേക്കാൾ ഏറെ പലപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും സപ്പോർട്ടാണ് ഒരാളെ ഏറ്റവും താങ്ങി നിർത്തേണ്ടത്. പക്ഷേ ഈ ഒരു കൈത്താങ് പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രവാസികളുടെ ഒരു ജീവിതത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. കാരണം വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഇവിടെ തന്നെ ഈ പറഞ്ഞ സാമൂഹികമായിട്ടുള്ള കൂട്ടായ്മകളും എല്ലാം ഉണ്ടെങ്കിലും ഇഴയടുപ്പമുള്ള ബന്ധങ്ങൾ പലർക്കുമില്ല. അപ്പോൾ ഈ ഒരു ഇഴയടുപ്പം ഇല്ലായ്മയുടെ പ്രശ്നം ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്നത്. കാരണം ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഭർത്താവെല്ലാം ഒന്ന് ജോലിക്കെല്ലാം പോയി കഴിഞ്ഞാൽ സ്ത്രീകളും ഇതേപോലെ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ പറഞ്ഞ വിഷാദ രോഗത്തിൻ്റെയും അതുമല്ലെങ്കിൽ അനുബന്ധ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെയും തോത് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് പ്രത്യേകിച്ച് പ്രവാസി സമൂഹങ്ങളിൽ, കുടുംബങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നം ഇത് കുട്ടികളിലും ഇതേപോലെ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പൊതുവെ അധികരിച്ചു വരുന്നതായിട്ടാണ് ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ ഇത്രയും കാലം ഇവിടെ നിലനിന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. കുട്ടികളിലും അത് കണ്ടുവരുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ആ കുട്ടികളുടെ കാര്യം പറയുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് എത്ര ടൈപ്പായിട്ട് ഡിപ്രഷൻ ഉണ്ട്? അതെ, ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ സാധിക്കുക രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഇതിന് ചില ക്രൈറ്റീരിയസ് നമുക്ക് പറയാൻ സാധിക്കും. ഒരാൾക്ക് ശരി ഇന്ന് എനിക്ക് ജോലി ചെയ്യാനൊരു അല്പം മൂഡ് തോന്നുന്നില്ല, അതുമല്ലെങ്കിൽ ഇന്ന് എനിക്ക് പാചകം നടത്താൻ ഒരു മൂഡ് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്ക് വിഷാദമാണ് എന്ന് കരുതണ്ട. കാരണം ജീവിതമാണ്, നമ്മളുടെ മനസ്സാണ്. അപ്പോൾ ചിലപ്പോൾ ചില മൂഡ് ഓഫ്സും ഇതുമെല്ലാം ഉണ്ടാകും. പക്ഷേ ഇത് ഒരു പ്രധാന ഒരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടത്, ഒന്ന് ഇത് ഒരു കഴിഞ്ഞ ഒരു 2 ആഴ്ചയെങ്കിലുമായിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ഈ ഒരു മൂഡ് ഔട്ട് അതുമല്ലെങ്കിൽ പൊതുവെ സുഖകരമല്ലാത്ത ഒരു മാനസികാവസ്ഥ നിലനിൽക്കുന്നു. ഒരു വിഷാദ ചവി കലർന്ന മാനസികാവസ്ഥ നിങ്ങൾക്ക് നിലനിൽക്കുന്നു. അതേപോലെ തന്നെ മുൻപ് സന്തോഷം കണ്ടെത്തിയിരുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ പഴയ പോലെ സന്തോഷം കാണാൻ സാധിക്കുന്നില്ല. പണ്ട് ഒന്ന് പുറത്തെല്ലാം പോയി ഒരല്പം നടന്നാലെല്ലാം ഉഷാറായിരുന്ന ആൾക്ക്, അതുമല്ലെങ്കിൽ ശരി ഒന്ന് അല്പസമയം TV ഇരുന്ന് വാച്ച് ചെയ്താൽ പ്രശ്നങ്ങൾ തീരുന്ന ആൾക്ക് ഇതൊന്നിലും ഒരു സന്തോഷം കാണാനാകാത്ത അവസ്ഥ. ഇത് കൂടാതെ
ഒരു 3-4 തലങ്ങളിലെങ്കിലും നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് തടസ്സപ്പെടുന്നു. അതുമല്ലെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് പറയാൻ സാധിക്കും ഭക്ഷണം കഴിക്കാൻ, അതുമല്ലെങ്കിൽ സാധാരണമായിട്ടുള്ള ജോലികൾ ചെയ്യാനായിട്ട്, ദൈനംദിന കർത്തവ്യങ്ങൾ നടത്താനായിട്ട്, ഇങ്ങനെ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് പിന്നോക്കം പോവുക. സാധാരണമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെ വരിക. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് മേജർ ഡിപ്രഷൻ ആണ് എന്ന്. ഇതാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ആരോഗ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇതെല്ലാം കേട്ട് പറഞ്ഞ പോലെ ഒരു തവണ ഒരല്പം എനിക്ക് തോന്നി എനിക്ക് ഉടനെ തന്നെ വിഷാദമാണ് എന്ന് ആരും കരുതേണ്ട കാര്യമില്ല. അപ്പോൾ അതിനാണ് ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിനെ നിർവചിച്ചിരിക്കുന്നത്. 2 ആഴ്ചയിലധികമായിട്ട് നിങ്ങൾക്കിത് നിൽക്കുന്നുവെങ്കിൽ എന്നത് അണ്ടർലൈൻ ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി മറ്റൊരു കാറ്റഗറി നമുക്ക് പറയാൻ സാധിക്കുക പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയും. അതായത് ഇത് ഒരു 2 വർഷത്തോളം ഈ പറഞ്ഞ രീതിയിൽ, ഇത് ഈ പറഞ്ഞ മേജർ ഡിപ്രഷൻ തന്നെ എപ്പോഴും നിലനിൽക്കണമെന്നില്ല, എന്നാൽ തന്നെ ഇടയ്ക്കും വലയ്ക്കുമായി ഈ പറഞ്ഞ രീതിയിൽ ഡിപ്രസീവ് മൂഡ് നിങ്ങൾക്കുണ്ടാകുന്നു. ഇത് കഴിഞ്ഞ കുറച്ചു കാലമായി 2 വർഷമെങ്കിലും ആയിട്ട് ഈ രീതിയിൽ ഇത് തുടരുന്നുവെങ്കിൽ ഇതിനെ നമുക്ക് പെർസിസ്റ്റന്റ്, അതായത് തുടരുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഇനി വേറെ ചില തരങ്ങളും നമുക്ക് നിർവചിക്കാൻ സാധിക്കും. ഒന്ന് ഈ സൈക്കോട്ടിക് ഡിപ്രഷൻ. സൈക്കോട്ടിക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ പൊതുവെ ഈ വിഷാദ രോഗ ലക്ഷണങ്ങളുടെ കൂടെ തന്നെ മറ്റ് ചില ലക്ഷണങ്ങളും കൂടി, ഉദാഹരണത്തിന് ഡെലൂഷൻസ്, ഹാലൂസിനേഷൻസ് എന്നെല്ലാം പറയും. ഡെലൂഷൻസ് എന്ന് പറഞ്ഞാൽ ചില അബദ്ധധാരണകൾ, അതായത് മറ്റുള്ളവർ തങ്ങളെ അപായപ്പെടുത്താൻ നോക്കുന്നു, അതുമല്ലെങ്കിൽ ഒരാൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നെല്ലാം ഉള്ള തരത്തിലുള്ള ചിന്തകൾ. ഇനി അതുമല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്താൽ തനിക്ക് മരണം, അതുമല്ലെങ്കിൽ തനിക്ക് എന്തെല്ലാമോ വിപത്തുകൾ സംഭവിക്കാം, ഇതേപോലെയുള്ള ധാരണകൾ. ഇനി മറ്റൊന്ന് ഹാലൂസിനേഷൻസ് എന്ന് പറയും. അത് നമുക്ക് ഈ ഡിപ്രഷന്റെ കൂടെ തന്നെ, അതായത് ചിലർക്ക് തോന്നുന്നത് എന്നെ നിയന്ത്രിക്കുന്നത് ബാഹ്യമായ ഒരു ശക്തിയാണ്. അതായത് ചില രോഗികൾ ഞാൻ പറയും, എൻ്റെ ചെവിയിൽ ആരോ വന്ന് സംസാരിക്കുന്നുണ്ട്, എൻ്റെ ചെവിയിൽ ആരോ വന്ന് സംസാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലെല്ലാം ഞാൻ പ്രവർത്തിക്കുന്നത്, അതല്ലാതെ ഇതൊന്നും എൻ്റെ കരങ്ങളല്ല. അപ്പോൾ ഇങ്ങനെ വേറെ ആരോ ആണ് എന്നെ നിയന്ത്രിക്കുന്നത്, ഇങ്ങനെയുള്ള തോന്നലുകളും ഇതും ചിലർക്ക് ഉണ്ടാകാം. ഇങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ അതിനെ സൈക്കോട്ടിക് ഡിപ്രഷൻ എന്നാണ് നമ്മൾ പറയുക. അതേപോലെ തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഇവിടുത്തെ ഒരു ഗൾഫിലെ ഒരു ജീവിത സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഞാൻ എല്ലാ ആരോഗ്യ പരിപാടികളിലും ഞാൻ എടുത്തു പറയാറുള്ള ഒന്നാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഞാനിത് എടുത്തു പറയാൻ കാരണം എന്നെ തന്നെ വളരെ പിടിച്ചുലച്ച 1-2 എൻ്റെ സുഹൃത്തുക്കളുടെ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഭാര്യമാർ ഈ പറഞ്ഞ രീതിയിൽ ഡിപ്രഷന് അടിമപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഫേസ്ബുക്ക് പേജുകളും മറ്റും ഇതിനെതിരെ ഉണ്ടാക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം പോസ്റ്റ് പാർട്ടം, അതായത് പ്രസവാനന്തരം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ, അതിന് വേണ്ട പ്രാമുഖ്യം പലരും നൽകുന്നില്ല. പൊതുവെ പ്രസവം കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്ത്രീകളുടെ ഒരു മൂഡ്സിൽ കുറെ സ്വിങ്സ് ഉണ്ടാകും. ഇതിന് കാരണം പ്രസവത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്. പക്ഷേ പ്രസവാനന്തരം പല സ്ത്രീകളുടെയും മാനസികാരോഗ്യത്തിൽ ബാക്കിയുള്ള ചികിത്സകൾ, പ്രസവാനന്തര ചികിത്സകൾക്കെല്ലാം തന്നെ ആളുകൾ ഉഷാറായിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആയുർവേദ ചികിത്സകളും എല്ലാം എടുക്കും. പക്ഷേ ഈ ഒരു സ്ത്രീ പലപ്പോഴും പുറത്ത് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം ഇവിടെ നമ്മൾ ന്യൂക്ലിയർ ഫാമിലീസിൽ പലപ്പോഴും പ്രസവശേഷം ഉണ്ടാകുന്ന ഭാര്യയുടെ മൂഡ് സ്വിങ്സ് പലപ്പോഴും നമുക്കറിയാം യുവതലമുറയിലെ ഭർത്താക്കന്മാർക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാറില്ല. ഈ ഒരു മൂഡ് സ്വിങ് ഉണ്ടാകുന്നത് ഇത് പൊതുവെ പ്രസവാനന്തരം ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രതിഭാസമാണ് എന്ന് മനസ്സിലാക്കാൻ ഭർത്താക്കന്മാർക്കോ അതിനനുസരിച്ചിട്ട് പെരുമാറാൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുടുംബാംഗങ്ങൾക്കോ പലപ്പോഴും സാധിക്കുന്നില്ല. ഇത് ഒരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ്, അതായത് ഇരുതല ഉള്ള ഒരു വാളാണ്. കാരണം ഇത് തന്നെ അപ്പോൾ ഒരു സ്ത്രീ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കുന്നത് വളരെ എന്താണ് പറയുന്നത്, കാരുണ്യത്തോടെയുള്ള വർത്തമാനങ്ങളും സ്പർശനങ്ങളും എല്ലാം പ്രതീക്ഷിച്ച് തൻ്റെ മാനസികമായിട്ടുള്ള ഒരു ഇറിറ്റേഷനും മറ്റും പ്രകടിപ്പിക്കുമ്പോൾ
ഇതിനെ കൂടുതൽ അടിച്ചമർത്തുന്ന അതുമല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ഈ ഒരു ഡിപ്രഷന്റെ ആഴം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രസവാനന്തരമുള്ള ഒരു 3 മാസം മുതൽ 6 മാസം വരെയുള്ള കാലയളവ് വളരെ കരുതലോടെ വേണം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം തന്നെ ഒരു പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയെ പരിചരിക്കാൻ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചില സ്ത്രീകളെ പോലും ആത്മഹത്യയിലേക്ക് തള്ളി വിട്ട കഥകൾ നമ്മളുടെ മുന്നിൽ അതുമല്ലെങ്കിൽ ഇന്ന് ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിപ്രഷന്റെ ആഴം പലപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുടുംബാംഗങ്ങളും മറ്റും, അതായത് ഇതിനോടനുബന്ധിച്ച് ധാരാളം ഭീതികൾ, അതായത് തൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, തൻ്റെ കുട്ടിയെ താൻ നോക്കുന്നതിൽ താൻ പരാജയപ്പെടുന്നുണ്ടോ, ചിലപ്പോൾ മുലപ്പാല് കുറവുണ്ടെങ്കിൽ അയ്യോ ഈ ഒരു മുലപ്പാല് കുറവ് എൻ്റെ ഞാൻ അടിസ്ഥാനപരമായി നിറവേറ്റേണ്ട ഒരു ധർമ്മം നിർവഹിക്കുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഭയങ്ങൾ, ഈ ഭയങ്ങൾ പലപ്പോഴും വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നത് പലപ്പോഴും ഡിപ്രഷന്റെ ആഴം കൂട്ടുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തരമുള്ള ഈ ഒരു ഡിപ്രഷനെ നമ്മൾ വേണ്ട രീതിയിൽ പലപ്പോഴും പരിചരിക്കാനായിട്ട് പരാജയപ്പെടുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്ലൈമറ്റുമായിട്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷം, പ്രത്യേകിച്ച് സൺലൈറ്റ് കുറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അല്ലേ, പൊതുവേ നമുക്ക് ഒരു മയക്കവും എല്ലാം അനുഭവപ്പെടുന്ന ഈ ഒരു ക്ലൈമറ്റ്, പ്രത്യേകിച്ച് ഡിപ്രഷൻ ഉള്ളവരിൽ ഈ ഡിപ്രഷന്റെ സിംറ്റംസ് സിവിയർ ആക്കാനായിട്ട് ഇത് പലപ്പോഴും കാരണമാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവെ. അതേപോലെ തന്നെ പിന്നെ ഇതിനോട് ചേർത്ത് തന്നെ പറയേണ്ടതാണ് ബൈപോളാർ ഡിസോർഡർ. അതായത് ചിലർക്ക് കുറെ കാലം വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ചിലർ പെട്ടെന്ന് കാറ്റുപോയ ബലൂൺ പോലെ പൂർണ്ണമായും വിഷാദത്തിന്റെ ഇടുക്കുകളിലേക്ക് വഴുതി വീഴുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മാനിയ, അതുമല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയുടെയും അതേപോലെ തന്നെ വിഷാദത്തിന്റെയും കാലഘട്ടങ്ങൾ ഇടകലർന്ന് വരുന്നു, മാറി മാറി വരുന്നു. ഇതിനെയാണ് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുക. ഇങ്ങനെ ഡിപ്രഷൻ പല തരത്തിൽ ആളുകളിൽ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്രഷൻ. ഇത് നമ്മളിപ്പോ പറഞ്ഞ കൂട്ടത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡിപ്രഷൻ വരാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകൾക്കാണോ, അതെങ്ങനെയാണ്? അതെ, തീർച്ചയായിട്ടും പൊതുവെ ഇത് സ്ത്രീകളിലാണ് ഇതിന്റെ ശതമാനം, ഡിപ്രഷന്റെ ഒരു ശതമാനം കൂടുതലായിട്ട് കാണുന്നത്. ഇതിന് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ, അതുമല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഈ പറഞ്ഞ ഹോർമോണൽ ചേഞ്ചസ് വളരെ കാര്യമായ കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ആർത്തവം തുടങ്ങുന്ന സമയം, മെനാർക്കെ, ഇത് യഥാർത്ഥത്തിൽ ഒരു സ്ട്രെസ്സറാണ്. കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിലേക്ക് കടക്കുമ്പോൾ തനിക്ക് ഇതുവരെ പരിചിതമല്ലാത്ത ചില ശാരീരികമായ മാറ്റങ്ങളും തൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ഇത് പലപ്പോഴും ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നു. ഇനി ഇത് കഴിഞ്ഞാൽ മാസാമാസം ഉള്ള ഈ ഒരു പീരിയഡ്സിന്റെ സമയത്ത് ഇതിനോടനുബന്ധിച്ച് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്നുള്ളത് ഇന്ന് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് അല്ലേ. കാരണം ആർത്തവത്തിന് തൊട്ട് മുന്നുള്ള ഒരു 2-3 ദിവസങ്ങളിൽ ചില സ്ത്രീകളിലെങ്കിലും, പ്രത്യേകിച്ച് ഈ കൗമാരപ്രായക്കാരിലും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് ടെൻഷൻ, അടിവയറിൽ വേദന, ഇങ്ങനെയുള്ള ഒരു കൂട്ടം സിംറ്റംസ്, പൊതുവെ ഡിപ്രഷൻ ഇതിന്റെ ഒരു ഭാഗമായിട്ട്. അപ്പോൾ ഇതിന്റെ സിവിയർ ആയിട്ടുള്ള ചില ഫോംസ് ചില കുട്ടികൾ, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരും മറ്റും കാണിക്കാറുണ്ട്. കടുത്ത രീതിയിലുള്ള ദേഷ്യം, അതേപോലെ തന്നെ ഒന്നിലും ഉത്സാഹമില്ലായ്മ, വേണ്ട രീതിയിൽ കാര്യങ്ങളോട്, അതുമല്ലെങ്കിൽ പൊതുവെ എന്താണ് ഒരു അന്തർമുഖിയായി മാറി, ഇങ്ങനെയുള്ള ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ ഒരു ആർത്തവത്തിന്റെ സമയത്തിനോടനുബന്ധിച്ച് പലപ്പോഴും മൂഡ് സ്വിങ്സ് കാണിക്കാറുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് മെനോപോസ് എന്നുള്ളതും നമുക്കറിയാം. ഒരു സ്ത്രീയുടെ ആർത്തവം നിൽക്കുന്ന ഈ ഒരു സമയത്തും ശരീരത്തിൽ ഹോർമോൺസിന്റെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത് തന്നെ പലപ്പോഴും ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഇത് കൂടാതെ ഈ ആർത്തവ വിരാമം എന്നാൽ പല സ്ത്രീകളും ധരിക്കുന്നത് ഇതോടുകൂടി തങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള ജീവിതത്തിന് വിരാമം ഇടുകയാണ്, തങ്ങൾ പ്രായമായവരായി മുദ്രകുത്തപ്പെടുന്നു എന്നുള്ള ഭീതി. ഇങ്ങനെയുള്ള പല ഭയങ്ങളും സ്ത്രീകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ പുരുഷന്മാരെക്കാൾ ഏറെയായിട്ട്
സ്ത്രീകളിലാണ് അതിൻ്റേതായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ മെനോപോസ് കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകളിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഫിസിക്കലായിട്ടുള്ള ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളും, കാരണം കാൽസ്യത്തിൻ്റെയും മറ്റും ലെവൽ കുറയുന്നു, ഇതുമെല്ലാം ഓസ്റ്റിയോപോറോസിസ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട സന്ധിവാതങ്ങളും വേദനകളും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഇതും പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു ഡിപ്രഷൻ അതുമല്ലെങ്കിൽ വിഷാദ രോഗത്തിലേക്ക് തള്ളിയിടുന്നുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് ഈ രീതിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ് കുറവാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ഇതില്ല എന്ന അർത്ഥം വരുന്നില്ല. പക്ഷേ പൊതുവെ സ്ത്രീകളിൽ തന്നെയാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതുമല്ലെങ്കിൽ വിഷാദ രോഗവും ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കൂട്ടത്തിൽ കുട്ടികളുടെ കാര്യം പറഞ്ഞു. അപ്പം ശരിക്കും കുട്ടികൾക്കും ഇങ്ങനെ ഡിപ്രഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഇതും നമ്മൾ അത്ര ചർച്ച ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു ഭാഗമാണ്. പലരുടെയും ധാരണ വിഷാദം അതുമല്ലെങ്കിൽ ടെൻഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി എന്നെല്ലാം പറഞ്ഞാൽ അത് മുതിർന്നവർക്ക് മാത്രം എഴുതി വച്ചിരിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലുമല്ല. കാരണം നമ്മൾ അറിയാത്ത രീതിയിൽ ധാരാളം കുട്ടികൾ, പലപ്പോഴും ഈ കുട്ടികളെ ADHD എന്നെല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. മാതാപിതാക്കൾ തന്നെ തീരുമാനിക്കുകയാണ് എൻ്റെ മകന് ADHD ആണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. എന്താണ് കാരണം? അവൻ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വളരെ ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുക. അവർ തന്നെ പറയും ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് പഠിത്തത്തിൽ ഉള്ള അവഗണന, അതുമല്ലെങ്കിൽ പഠിക്കാനുള്ള മടി, അതുമല്ലെങ്കിൽ മടിയനായി മാറി, അതുമല്ലെങ്കിൽ കഴിവ് കെട്ടുപോയി, ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് മാതാപിതാക്കൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും, എന്നാൽ തന്നെ ടീനേജേഴ്സിൽ ഇതിന്റെ ഒരു ശതമാനം വളരെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രാഥമികമായും വീട്ടിലെ അസ്വാരസ്യങ്ങൾ, അച്ഛനും അമ്മയും തമ്മിലുള്ള സ്വരച്ചേർച്ച കുറവും മറ്റും ഉണ്ടെങ്കിൽ ഇത് കുട്ടികളിൽ ഒരു ഭീതി വിതയ്ക്കുകയും ഈ ഒരു ഇൻസെക്യൂരിറ്റി പലപ്പോഴും ഇവരെ വിഷാദ രോഗത്തിലേക്ക് തള്ളിവിടുന്നു. അതെ. അപ്പോൾ ഇങ്ങനൊരു അസ്വാരസ്യങ്ങൾ പലപ്പോഴും കുട്ടിയെ വലിയ രീതിയിലുള്ള മാനസികമായ പ്രശ്നങ്ങളിലേക്ക്, കാരണം കുട്ടികൾക്ക് ഇത് ആരോട് പറയണമെന്നറിയില്ല. അപ്പോൾ ഈ ഒരു ഭീതി അടിച്ചൊതുക്കി മുന്നോട്ട് പോകുമ്പോൾ അത് കുട്ടിയുടെ പൊതുവെയുള്ള പെർഫോമൻസിനെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് ഇത് മാറുന്നുണ്ട്. ഇനി മറ്റൊരു കാരണം, നമ്മൾ അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാരണമാണ്, പലപ്പോഴും സ്കൂളുകളിൽ ഇന്ന് ബുള്ളിയിങ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. അതായത് കുറച്ച് കരുത്തുള്ള കുട്ടികൾ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അത്ര കഴിവില്ലാത്ത കുട്ടിയെ, അതുമല്ലെങ്കിൽ നേരെ തിരിച്ചും ഉണ്ടാകാം, വളരെ കഴിവുള്ള ഒരു കുട്ടി ഈ കുട്ടിയോടുള്ള ജലസ് കൊണ്ട് അത്ര കഴിവില്ലാത്ത കുട്ടികൾ ചേർന്നിട്ട് ഇവനെ ഒന്ന് ഒതുക്കാൻ, നമ്മൾ വിചാരിക്കും മുതിർന്നവരിൽ മാത്രമാണ് പൊളിറ്റിക്സ് എന്ന്. അതല്ല, തീർച്ചയായിട്ടും സ്കൂളുകളിലും എല്ലാം ഈ ഒരു പൊളിറ്റിക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇരയാകുന്ന കുട്ടികൾ അപ്പോൾ വേണ്ട രീതിയിൽ ഒരു ഫാമിലി സപ്പോർട്ടോ അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇത് തുറന്നു പറയാനുള്ള അവസരങ്ങളോ കിട്ടാതെ, അതുമല്ലെങ്കിൽ ഇത് ടീച്ചേഴ്സിനോട് ചിലപ്പോൾ പറയുമ്പോൾ ടീച്ചേഴ്സും വേണ്ട രീതിയിൽ ചിലപ്പോൾ കരുതിയെന്ന് വരുന്നില്ല. ചിലപ്പോൾ ഇത് കുട്ടികൾ തമ്മിലുള്ള ചെറിയ പ്രശ്നമല്ല എന്ന രീതിയിൽ ഇവരും ചിലപ്പോൾ ഇത് പരിഗണിക്കാതെ വിടും. പക്ഷേ ഇത് പലപ്പോഴും ബുള്ളിയിങ് പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ പല കുട്ടികളിലും ഈ പറഞ്ഞ വിഷാദ രോഗം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവനൊന്നും ചെയ്യാനില്ല, ക്ലാസ്സിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ, അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ 3-4 കുട്ടികൾ ചേർന്ന് തന്നെ എപ്പോഴും കളിയാക്കുന്ന ഒരവസ്ഥ. നമ്മൾ വിചാരിക്കുക കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം, പക്ഷേ ഒരു കുട്ടിക്ക് അത് ഉണ്ടാക്കുന്ന മാനസികമായ ആഘാതം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ വിഷാദ രോഗം ഈ രീതിയിൽ ബുള്ളിയിങ് അഭിമുഖീകരിക്കുന്ന കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിന് കട്ടിയില്ലാതെ വരുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടിക്ക് എന്ത് ചെയ്യണം, അതുമല്ലെങ്കിൽ ഇത് തുറന്നു പറയാനുള്ള, ഇവിടെയാണ് ഈ കൗൺസിലേഴ്സിന്റെയും മറ്റും ഒരു പ്രാധാന്യം. പക്ഷെ കൗൺസിലേഴ്സ് ഉള്ളത് കൊണ്ടും കാര്യമില്ല. ഈ കൗൺസിലേഴ്സിന്റെ അടുത്തേക്ക് തങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാപ്യരാണ് എന്ന ഒരു അവബോധം കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് സ്റ്റുഡൻറ് കൗൺസിലേഴ്സിന് ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ പലപ്പോഴും ഇടപെടാനായിട്ട് കഴിയുകയുള്ളൂ. ഇത് കുട്ടികൾ ഇത് തുറന്നു പറയണം. അപ്പോൾ ഇതിനുള്ള ഒരു മാനസിക ധൈര്യം, അതായത് മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് നൽകാൻ സാധിക്കണം. എന്ത് കാര്യവും തുറന്ന്, ഇതേപോലെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് ഇപ്പോൾ കൂടി വരുന്ന ബാലപീഡനങ്ങൾ. ഇപ്പോൾ കേരളത്തിലെയും പത്രവാർത്തകൾ നമുക്ക് പത്രങ്ങളും മറ്റും തുറന്നു നോക്കാൻ, അതുമല്ലെങ്കിൽ
വാർത്തകൾ കാണാൻ ഭയക്കുന്ന ഒരു കാലമായിട്ട് വരികയാണ്. കുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ പോലും മാതാപിതാക്കൾ ഭയക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ സമൂഹത്തിന്റെ രാക്ഷസ മനസ്സുകൾ അത്രമാത്രം ഇന്ന് അത് കൂടി വരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു സെക്സ് എഡ്യൂക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അതെങ്ങനെ എന്നുള്ളത് ഇപ്പോൾ കുട്ടികളെ നേരിട്ട് ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ പോലും മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലറെ കണ്ട് ഇത് എങ്ങനെ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ഇത് പലപ്പോഴും നമ്മളുടെ ഒരു സാമൂഹിക പരിതസ്ഥിതി നമുക്കറിയാം, അതുമല്ലെങ്കിൽ വ്യവസ്ഥിതി അനുസരിച്ചിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു ടാബു ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ഇത് ഒരു അച്ഛൻ ഒരു മകനോട് അല്ലെങ്കിൽ മകളോട് ഇതെങ്ങനെയാണ് ഇത് പറയുക? അപ്പോൾ ഇത് പറയേണ്ട രീതിയുണ്ട്, ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് ഉള്ള രീതിയുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കൗൺസിലേഴ്സിന്റെ സഹായം തേടാവുന്നതാണ്. ഈ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതേപോലെയുള്ള തെറ്റെന്ത്, തെറ്റായ സ്പർശനം ഏത്, തെറ്റായ രീതിയിലുള്ള ഇടപെടലുകൾ ഏത് തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തണം, അതുമല്ലെങ്കിൽ ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇത് തുറന്നു പറയാൻ അവരെ പ്രേരിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നൽകാനായിട്ട് ഒരു കൗൺസിലർക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, ഇതേപോലെയുള്ള പല ട്രെയിനിങ്ങുകളും മറ്റുമുണ്ട്. ഇതെല്ലാം തന്നെ ഒന്ന് പൊതുവെ നമ്മളുടെ സമൂഹത്തിൽ ഉള്ളവർ എടുക്കുന്നത് യോഗ പരിശീലനം, ഇതെല്ലാം ഒന്ന് ചെയ്യുന്നത് നമ്മളുടെ മാനസികാരോഗ്യത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. ഡോക്ടർ ഇങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ എടുത്ത് കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മളിപ്പോൾ ഡിപ്രഷൻ വന്നിപ്പോൾ ഒരു പേരന്റ് അല്ലെങ്കിൽ നമ്മൾ കുട്ടിയെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് അതിന് മുന്നേ ആയിട്ട് കുട്ടിക്ക് എങ്ങനെ വേണം എന്നുള്ള പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പോലെ. തീർച്ചയായിട്ടും ഇപ്പോൾ ഓറയിലെ ഇതിലാണെങ്കിൽ നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് ഇപ്പോൾ 3 തലത്തിലാണ് നമ്മളിതിനെ കൈകാര്യം ചെയ്യുക. ഒരു വിഷാദ രോഗം ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ഒരു ഹെൽത്ത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ്, അത് ആയുർവേദ, നാച്ചുറോപ്പതി ചികിത്സാ രീതികൾ ഇതിനു വേണ്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മളെപ്പോഴും കാണുന്ന ശിരോധാര പോലെയുള്ള ചികിത്സകൾ, ഇതെല്ലാം തന്നെ ഒന്ന് മനസ്സിനെ ശാന്തമാക്കാനും അതേപോലെയുള്ള മനസ്സിനെ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനും എല്ലാം വളരെ സഹായകമാണ്. ഇതേപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ചില മരുന്നുകൾ ഇതോടൊപ്പം സജസ്റ്റ് ചെയ്യും. അതായത് ഈ പറഞ്ഞ ഒരു ക്ലൗഡി ഫീലിംഗ്, മനസ്സിന്റെ ഈ ഒരു ഡിപ്രസ്ഡ് മൂഡ് മാറ്റിയെടുക്കാനായിട്ട് നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ ധാരാളം തരത്തിലുള്ള മരുന്നുകളുണ്ട്. അശ്വഗന്ധം, ബ്രഹ്മി, ഇങ്ങനെ ഇനിയിപ്പോൾ ആധുനിക അതായത് അമേരിക്കൻ നാച്ചുറോപ്പതിക് മെഡിസിൻസ് ആയിട്ടുള്ള സെന്റ് ജോൺസ് വോർട്ട് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചില മരുന്നുകൾ, ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ ചിലർക്കെങ്കിലും സജസ്റ്റ് ചെയ്യും. അപ്പോൾ ആന്റി ഡിപ്രസീവ് മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ ഈ മെഡിസിൻസിന്റെ ഒപ്പം ഇത് ചേരുന്നതാണോ എന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മളിത് സജസ്റ്റ് ചെയ്യുക. ഇതൊരു വശം. മറുവശത്ത് ഇതേപോലെ തന്നെ ഇവരെ കുറെ കൂടി ഒരു പോസിറ്റീവ് തോട്ട്സ് ഇവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് യോഗ പരിശീലനം, അത് പലപ്പോഴും ഈ ഡിപ്രഷൻ രോഗികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ യോഗ പരിശീലനത്തിന്റെ കാര്യത്തിൽ ഒരു ഗ്രൂപ്പിന്റെ കൂടെയൊന്നും ഇവരെ ഇട്ടിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെ വിഷാദം ചവി കലർന്ന ഒരു മനസ്സോട് കൂടിയുള്ള ഒരാൾ 4 പേർ അവിടെ കൂടുതൽ ആക്റ്റീവായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഇയാൾ പലപ്പോഴും കൂടുതൽ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അതേപോലെ മെഡിറ്റേഷനും മറ്റും ഇവർക്ക് അത്ര ഗുണകരമല്ല. അത് പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഡിപ്രസീവ് മൂഡായിട്ടുള്ള ആൾ വീണ്ടും കണ്ണടച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും മറ്റും ശ്രമിച്ചാൽ ചിലപ്പോൾ നെഗറ്റീവ് തോട്ട്സിന്റെ ഒരു തള്ളിച്ചയാണ് ഉണ്ടാവുക. ഇതുകൊണ്ടാണ് യോഗ പരിശീലനം വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെയാണ് നമ്മളുടെ എല്ലാ സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ ഇത് പലപ്പോഴും ഗുണത്തേക്കാൾ ദോഷമാണ് ഉണ്ടാക്കുക. പൊതുവേ അതേപോലെ തന്നെ ബ്രീത്തിങ് ടെക്നിക്കുകളാണെങ്കിൽ കൂടുതൽ റിലാക്സിംഗ് ആയിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്സ് അല്ല, കുറച്ച് ആക്ടിവിറ്റി പാറ്റേൺ കൂട്ടുന്ന തരത്തിലുള്ള, ശരീരത്തിനും മനസ്സിനും ചൂട് പകരുന്ന തരത്തിലുള്ള യോഗാഭ്യാസങ്ങളാണ്, അതുമല്ലെങ്കിൽ പ്രാണായാമങ്ങളാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ യോഗയും ഡിപ്രസീവ് മൂഡ് നിലനിൽക്കുന്ന സമയത്ത് നല്ലതല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതേപോലെ തന്നെ അപ്പോൾ ഇത് രണ്ടും ഒരു വശത്ത് പോകുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ഇയാൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, ഇത് ഡോക്ടേഴ്സ് എന്ന രീതിയിൽ നമ്മൾക്ക് പൂർണ്ണമായിട്ടും 1 മണിക്കൂറും 2 മണിക്കൂറൊന്നും ഇയാളുടെ ഒപ്പം ചെലവഴിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. നമുക്ക് പേഷ്യൻസ് ഉണ്ട്, വേറെ തിരക്കുകളുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക ഏതെങ്കിലും നല്ല കൗൺസിലേഴ്സ് ഉണ്ട്, നമ്മളുടെ തന്നെ ടീമിന്റെ ഭാഗമായിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. ഈ കൗൺസിലേഴ്സിന്റെ അടുത്ത് ഇവരെ ചില സെഷൻസിന് വിടും. ഇതുകൊണ്ട് ഉണ്ടാകുന്നത് പലപ്പോഴും സ്വന്തം ബന്ധുക്കളോടോ അതുമല്ലെങ്കിൽ പലപ്പോഴും ഈ ഒരു കൗൺസിലിംഗ് സെഷൻസിൽ, അതുമല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു കുറച്ച് സമയം ഈ രോഗിയുമായിട്ട് ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇയാളുടെ ഡിപ്രഷന്റെ അതുമല്ലെങ്കിൽ ഇതിന്റെ കാരണം വളരെ ലളിതമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. പലപ്പോഴും സംഭവിക്കുന്നത് ഇത് എങ്ങനെ
ഞാനിത് തുറന്നു പറയും, അതുമല്ലെങ്കിൽ എങ്ങനെ ഇതിനെ നേരിടണം എന്നറിയാതെ ഒരു കൊക്കൂണിന്റെ ഉള്ളിലേക്ക് ഉൾവലിയുന്ന ഒരവസ്ഥയിലാണ് പലരും നിലനിൽക്കുന്നത്. അപ്പോൾ ഇവർ ഈ കൊക്കൂണിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചാൽ അത് ചിലപ്പോൾ 1 or 2 തവണ നമ്മൾ തന്നെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇവർ കാരണങ്ങളും പുറത്ത് പറയും. കാരണം ബന്ധുക്കളോട് പറയാൻ സാധിക്കില്ല, കുട്ടികൾക്കാണെങ്കിൽ മാതാപിതാക്കളോട് പറയാൻ സാധിക്കുകയില്ല, ഇനി സ്ത്രീകൾക്കാണെങ്കിൽ സ്വന്തം ഭർത്താവിനോട് ഇത് തുറന്നു പറയാനുള്ള പേടി, ഭർത്താക്കന്മാർക്കാണെങ്കിൽ തങ്ങളുടെ പുരുഷൻ എന്നുള്ള ഓറയുണ്ട്, ഇത് കളഞ്ഞിട്ട് എങ്ങനെ ഞാൻ താന്ന് സ്വന്തം കുടുംബത്തിൽ ഇത് പറയുമെന്നുള്ള പ്രശ്നം. അപ്പോൾ ഇത് ഒരു പ്രഷർ കുക്കറിന്റെ ഈ വാൽവ് ഒന്ന് തുറന്ന് വിടുന്ന പോലെ ഒരു അവസ്ഥയാണ് പലർക്കും 1 or 2 കൗൺസിലിംഗ് സെഷൻസ് കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുന്നത്. കൗൺസിലിംഗിൽ യഥാർത്ഥത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ നമ്മളുടെ കൺസൾട്ടേഷന്റെ ഭാഗമാണെങ്കിൽ പോലും പലർക്കും വേണ്ടത് മാർഗനിർദ്ദേശമല്ല, ഒന്ന് കേട്ടിരിക്കാൻ, തൻ്റെ പ്രശ്നങ്ങൾ ഒന്ന് പൂർണ്ണമായും കേട്ടിരിക്കാൻ ഉള്ള ഒരു കൃത്രിമ ചെവി എടുത്തുണ്ടെങ്കിൽ പോലും പലർക്കും സമാധാനമാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് തുറന്നു പറയാനുള്ള ഒരു അവസ്ഥ പലർക്കുമില്ല. അപ്പോൾ ഇതിനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് നമ്മൾ യോഗയിലൂടെയും. അപ്പോൾ യോഗയിൽ നമ്മൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് കൂടുതൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് തന്നെ, കാരണം യോഗ ട്രെയിനറും അതേപോലെ തന്നെ ഈ രോഗിയും തമ്മിൽ ഒരു ഇഴയടപ്പമുള്ള ബന്ധമുണ്ടായി കഴിഞ്ഞാൽ ഇയാൾ കാര്യങ്ങൾ ഇവർക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കും, കുറെ കൂടി തുറന്ന് ചർച്ച ചെയ്യാൻ സാധിക്കും. അത് ഇപ്പോൾ പലപ്പോഴും ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ അവിടെ ഉയർന്നു വരും. പലപ്പോഴും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് ഈ വിഷാദ രോഗത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ രീതിയിൽ ഉള്ള ചില മേക്കപ്പുകളിലൂടെ മാത്രം നമുക്ക് മാനേജ് ചെയ്യാവുന്ന വിഷയങ്ങൾ പലരും തുറന്നു പറയാതെ മനസ്സിലിട്ട് പൂട്ടി ഇത് വലിയ പ്രശ്നമായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ചികിത്സ, ഇപ്പോൾ ആയുർവേദവും പ്രകൃതി ജീവന തത്വങ്ങൾ, അതേപോലെ തന്നെ ഭക്ഷണത്തിലെ ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിഷാദത്തിന് അടിമപ്പെടുന്ന പുരുഷന്മാർ, നമ്മൾ സ്ത്രീകളുടെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകൾക്ക് അത്യാവശ്യം കുറച്ച് കരഞ്ഞെങ്കിലും കരയും എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ പുരുഷന്മാർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മീശയുള്ള ഞാൻ ഇതെങ്ങനെ കരയും? അപ്പോൾ കരയില്ല. എന്നാൽ ഇത് ആരോടെങ്കിലും തുറന്നു പറയാൻ സാധിക്കുമോ? അവിടെയും ഈ ഷൗവിനിസം എന്ന് നമ്മൾ പറയുമല്ലോ, അതൊരു തടസ്സമായിട്ട് നിൽക്കുന്നു. ഞാൻ എങ്ങനെയാണ് അവന്റെ മുന്നിൽ എങ്ങനെയാണ് ഞാൻ താഴ്ന്നത്, അല്ലെങ്കിൽ ആരുടെ മുന്നിലാണ് എനിക്കിത് തുറന്നു പറയാൻ സാധിക്കുക? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഒതുക്കുവാനായിട്ട് മദ്യപാനത്തിലേക്കും പുകവലിയിലേക്കും ഇതേപോലെയുള്ള ദുശീലങ്ങളിലേക്കാണ് ഇവർ സ്വാഭാവികമായിട്ട് നീങ്ങുക. അപ്പോൾ ഇങ്ങനെ കാലങ്ങളായിട്ടുള്ള ദുശീലങ്ങൾ പലപ്പോഴും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വിഷാദ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു വിഷ്യ സർക്കിളിൽ പല പുരുഷന്മാരും പെട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പുരുഷന്മാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ സഹായകമായിട്ടാണ് കാണുന്നത്. അതെ, അവോയ്ഡ് ചെയ്യേണ്ട. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇവരുടെ ദുശീലങ്ങൾ. അപ്പോൾ ഇതിന്റെ ഭാഗം അതുപോലെ പൊതുവെ ഈ കോഫി, ടീ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുടിക്കുമ്പോൾ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് കൂടുതലായിട്ട് കുടിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. പക്ഷെ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇതെല്ലാം തന്നെ ഈ താൽക്കാലികമായ സ്റ്റിമുലൻസ് ആണ്. അത് ചായ ആയിക്കൊള്ളട്ടെ, കോഫി ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക്, അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് ഇത് എല്ലാം കുടിക്കുന്നപ്പോൾ തീർച്ചയായിട്ടും കാപ്പിയും ചായയും എല്ലാം ഇതേപോലെയുള്ള കൃത്രിമ പാനീയങ്ങൾ കഴിയുന്നത്ര കുറയ്ക്കുക. അതേപോലെ തന്നെയാണ് ഈ ആൽക്കഹോളിന്റെയും മറ്റും. ആൽക്കഹോളെല്ലാം തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഒരു ശാന്തി തോന്നുമെങ്കിലും അതൊരു തോന്നൽ മാത്രമാണ്. ലോങ് ടേമിലേക്ക് ആൽക്കഹോൾ ഈസ് എ ഡിപ്രസർ. അത് വീണ്ടും നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ഡിപ്രസ്ഡ് ആക്കാനായിട്ടാണ് കാരണമാവുക. അപ്പോൾ ഇങ്ങനെയുള്ള, അതേപോലെ തന്നെ അധികമായിട്ടുള്ള എരിവ്, പുളി ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇത് പൊതുവെ ഡിപ്രഷൻ രോഗികൾ ഒന്ന് വർജിച്ച് നിൽക്കുന്നതാണ് കാരണം ഇതെല്ലാം തൽക്കാലത്തേക്ക് ഈ പറഞ്ഞ സ്പൈസസും സ്പൈസി ആയിട്ടുള്ള മസാലകൾ കലർന്ന ഭക്ഷണമെല്ലാം എന്തോ ഒരു ആശ്വാസമെല്ലാം തരുമെങ്കിലും ലോങ് ടേമിലേക്ക് ഇതൊന്നും തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണതയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് പൊതുവെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുക. അതേപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിനും മറ്റും വളരെ നമ്മളുടെ ബ്രെയിൻ ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള സംഗതികൾ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രോട്ടീൻസ് നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ പഴവർഗ്ഗങ്ങൾ, കാരണം പഴവർഗ്ഗങ്ങളിൽ സിങ്ക്, മഗ്നീഷ്യം ഇങ്ങനെയുള്ള മൈക്രോ എലിമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മളുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക്, നമ്മളുടെ നാഡികളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് നല്ലതാണ്. അതേപോലെ
നമ്മൾ പറയും ഈ കാർബോഹൈഡ്രേറ്റ്സ് തന്നെ ഹോൾസം ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കുക, അതായത് തവിടുള്ള അരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം ഈ തവിടിലെയും മറ്റും ബി കോംപ്ലക്സും നമ്മളുടെ ബ്രെയിൻ ഫങ്ഷൻസിന് വളരെ സഹായകമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ ശൈലി രൂപപ്പെടുത്തുക. അതേപോലെ തന്നെ മത്സ്യങ്ങളും മറ്റും കഴിക്കുകയാണെങ്കിൽ ചെറിയ മത്സ്യങ്ങൾ ഇതെല്ലാം കഴിക്കുന്നത്, ഇതെല്ലാം തന്നെ ഇങ്ങനെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ചിട്ടപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഡോക്ടർ, നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ഡിപ്രഷനെ കുറിച്ച് സംസാരിച്ചു, അതിന് എത്ര ടൈപ്പ് ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കൂടാതെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡിപ്രഷൻ വരാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഏതൊരു സ്റ്റേജിൽ ഡിപ്രഷൻ വരാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അറിയുകയാണെങ്കിൽ നമുക്ക് അതിനൊരു കെയർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാം. ശരിക്കും അങ്ങനെ ഫാമിലിയിൽ തന്നെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും അവർക്ക് ആ ഒരു സ്റ്റേജ് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിനൊക്കെ സമയം കണ്ടെത്തണം അല്ലെ? കുട്ടികൾ ആരുടെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു വിഷമം കേൾക്കാൻ ഒരു ചെവി നമ്മൾ നൽകണം. അപ്പൊ അങ്ങനെയൊക്കെ നൽകണം. പിന്നെ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്? ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മൾ പെട്ടുപോയാൽ അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതെ, തീർച്ചയായിട്ടും ഫാമിലിയും അതേപോലെ തന്നെ ഡോക്ടേഴ്സും രോഗിയും ചേർന്നിട്ടുള്ള ഒരു ടീം വർക്ക് ആയിരിക്കണം ഈ ഒരു ചികിത്സ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്രഷനെ നമുക്ക് തളച്ച് മാറ്റിക്കളയാൻ സാധിക്കും. അപ്പൊ താങ്ക് യു ഡോക്ടർ, ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്. അപ്പൊ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയമായിട്ട് കാണാം. ഇനി ന്യൂസ് 3 നിഷ ജോയിൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.